ഡോക്ടർ രാജേഷ് വൈലപ്പള്ളി. അദ്ദേഹം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് പെരിയോഡോണ്ടിക്സ് വിഭാഗം പ്രൊഫസറും കൺസൾട്ടൻറ്റുമാണ്. മോണയിലുണ്ടാകുന്ന പ്രധാനപ്പെട്ട പല അസുഖങ്ങൾക്ക് കാരണം വായ്ക്കകത്തുണ്ടാകുന്ന ഈ വൈറ്റ് കളറിലുള്ള പ്ലാക്ക് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇത്തിൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒരു കോട്ടിങ്, സാധാരണക്കാരൻ്റെ ഭാഷയിൽ ഒരു കോട്ടിങ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ കോട്ടിങ് ഉണ്ടാകുന്നത് വായ്ക്കകത്ത്? ഇത് നമുക്ക് രണ്ട് തരത്തിലാണ് വരണത്. ഒന്ന് നമ്മുടെ പല്ലിൻ്റെ മോണയുടെ മുകളിൽ അതിൽ വരണതും, പിന്നെ പല്ലിൻ്റെ അടിയിൽ വരണതും. ഈ പല്ലിൻ്റെ അടിയിൽ വരുന്നത് വളരെ കൂടുതൽ ഈ ഗംസിന് പ്രോബ്ലം ഉണ്ടാക്കും. മോണയുടെ ചുറ്റും സറൗണ്ട് ചെയ്യുന്ന പല്ലിൻ്റെ സ്ട്രക്ചേഴ്സിന് ബലക്ഷയം ഉണ്ടാവും. അപ്പം അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ പല്ലിന് ചെറുതായിട്ട് ബ്ലീഡിങ്, സ്വെല്ലിങ്, പിന്നെ ഡയസ്റ്റമ എന്ന് പറഞ്ഞാൽ പല്ല് കുറച്ച് അകലാൻ തുടങ്ങും. അതുകൊണ്ട് ഭക്ഷണം അവിടെ ഇരിക്കും. അതുകൊണ്ട് നമുക്ക് വായനാറ്റം ഉണ്ടാവും. അപ്പം ഇതിലും കൂടുതലുള്ള പ്രശ്നം ഈ പ്ലാക്കാണ്. ഈ പ്ലാക്ക് എന്ന് പറയുന്നത് ഈ അണുബാധയുടെ ഒരു ശൃംഖലയാണ്. അതൊരു ചെയിനാണ്, അതൊരു ഇൻ്റർലേസിംഗ് ആണ്. അപ്പോൾ അത് കുറച്ചും കൂടി സ്ട്രോങ് ആവും. അപ്പോൾ ഈ ഇത്തിളിരുന്ന അതിൻ്റെ മുകളിൽ ഇത് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഈ പ്ലാക്ക് റിമൂവ് ചെയ്യണതും ഈ ഇത്തിള് റിമൂവ് ചെയ്യണതും നമ്മുടെ മോണരോഗവും ബാക്കിയുള്ള ഡെൻ്റൽ കാരീസ്, ഈ പല്ലിന് തുള വരിക അങ്ങനെയുള്ളതിനും അത് പൂർണ്ണമായി കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ ഇത് നമുക്ക് ഒരു അസുഖങ്ങളില്ലാണ്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് ഇതിൽ പ്രധാനപ്പെട്ട ഘടകം എന്താണെന്ന് വെച്ചാൽ ഈ പ്ലാക്ക് എന്ന് പറഞ്ഞ സംഭവം, ഈ അണുബാധയുടെ ശൃംഖല ഒരു 2 മണിക്കൂറിൽ ഇത് വരാൻ തുടങ്ങും. നമ്മുടെ മോണയിലും പല്ലിൻ്റെ ഭാഗത്തും 2 മണിക്കൂറിൽ തന്നെ ഇത് ഫോം ചെയ്യാൻ തുടങ്ങും. 2 to 24 hours അത് കൂടുതൽ ശക്തിയാവും. അപ്പം ഇത് എത്രയും പെട്ടെന്ന് അത് റിമൂവ് ചെയ്യേണ്ടത് നമുക്ക് വളരെ ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയണത് നമുക്ക് 2 നേരം ബ്രഷ് ചെയ്യണം. ഇതിനെ ഡിസ്റപ്റ്റ് ചെയ്യണം, ഇതിനെ അവിടെ ഇരിക്കാൻ ശ്രമിക്കരുത്, ഇതിനെ ബ്രേക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഇൻഫെക്ഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇതുകൊണ്ട് മാത്രം ഈ മോണരോഗം വരണമെന്നില്ല. എന്നാൽ ഇതൊരു മൾട്ടി ഫാക്ടോറിയൽ സംഭവമാണ്. നമ്മുടെ സലൈവ ഉണ്ട്, നമ്മുടെ തുപ്പലിൻ്റെ ഗുണങ്ങളുണ്ട്, നമ്മുടെ ഈ മസിൽ ആക്ടിവിറ്റി ഉണ്ട്, നമ്മുടെ ടങ്ങിൻ്റെ കോട്ടിംഗ് ഉണ്ട്, നമ്മുടെ ബേസിക് ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഇതൊരു മൾട്ടി ഫാക്ടോറിയലാണ്. പക്ഷേ ഈ ഇത്തിളും ഈ പ്ലാക്കും പ്രിവെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പകുതി ഈ അസുഖങ്ങൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. പലരും ചിന്തിക്കുന്നത് ഇത്തിളെന്ന് പറഞ്ഞ കാൽഷ്യം ഡെപ്പോസിറ്റ് ആണെന്ന് ഒരു ചിന്താഗതിയുണ്ട്. അത് ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ? ഇത് നമ്മുടെ ഈ പറഞ്ഞ ഈ ബയോഫിലിം അല്ലെങ്കിൽ ഈ അണു ഇതിൻ്റെ ആ ശൃംഖല അത് കാൽസിഫൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഇത്തിളാവണത്. ഇതിൻ്റെ മുകളിൽ ഈ പറഞ്ഞ ഈ ബയോഫിലിം അല്ലെങ്കിൽ ഈ പ്ലാക്ക് അതുണ്ടാവും. അപ്പോൾ അത് കൂടുതൽ ഡേഞ്ചറസ് ആണ്. കൂടുതൽ നമ്മുടെ ഇൻഫെക്ഷൻ കൂടുതൽ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓൾറെഡി ഇത് ഫോം ചെയ്ത ആൾ എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ വന്നാൽ അത് റിമൂവ് ചെയ്ത് കൊടുക്കും അല്ലേ? അതുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ വന്നാൽ നമുക്ക് പ്രൊഫഷണൽ ക്ലീനിങ് നമുക്ക് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ മോണയുടെ അടിയിലുള്ള ഇത്തിൾ വരുമ്പോൾ അത് നമുക്ക് നോർമൽ ബ്രഷ് ചെയ്താലും വരില്ല. പക്ഷേ നമ്മൾ കറക്റ്റായിട്ട് പ്രിവെൻറ്റ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ കറക്റ്റായിട്ട് ബ്രഷിങ് മെത്തേഡ് ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം രീതിയിൽ ഒരു ഇപ്പം ഞാൻ പറയാം, ഇപ്പോൾ പല്ലിൻ്റെ ഘടന ശരിയല്ല, അതിൻ്റെ ഈ ഒക്ലൂഷൻ ശരിയല്ല, അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമുക്ക് കൂടുതൽ ഇതൊക്കെ പിടിച്ചിരിക്കാനും അത് കാൽസിഫൈ ചെയ്യാനും കൂടുതൽ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രൊഫഷണൽ ക്ലീനിങ് വേണം. അല്ലെങ്കിലും ഒരു 6 to 8 months വന്ന് കാണിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇത് പെരിയോഡോണ്ടിക്സ് വിഭാഗത്തിലാണ് ഇത്? അതെ, ഇത് പെരിയോഡോണ്ടിക്സ് വിഭാഗമാണ്. ഈ ഗമ്മിൻ്റെ റിലേറ്റഡ് പെരിയോഡോണ്ടിക്സ് എന്ന് പറഞ്ഞാൽ പല്ലിൻ്റെ കൂടെയുള്ള സ്ട്രക്ചേഴ്സിനെയും അതിനുള്ള ട്രീറ്റ്മെൻറ്റും അതിനെ എന്തോരം ബലമാക്കാം, അങ്ങനെ പല്ല് നമ്മുടെ ഒക്ലൂഷനിൽ നമ്മുടെ ഘടനയിൽ കറക്റ്റായിട്ട് ഒരു പ്രോബ്ലം അല്ലാണ്ട് നിൽക്കാം എന്നുള്ളതിനാണ് പെരിയോഡോൺഷ്യം. പിന്നെ ഇതെല്ലാം ഇന്റർ ഡിപ്പെൻഡൻ്റ് ആണ്. പെരിയോഡോൺഷ്യമാണ്, ഇപ്പോൾ പല്ല് വയ്ക്കണമാണ്, ഇപ്പോൾ പല്ല് റൂട്ട് കനാൽ ചെയ്ത് ക്യാപ്പ് ഇടുമ്പോൾ അതിൻ്റെ മാർജിൻ ശരിയില്ലെങ്കിലും ഇതെല്ലാം ഇന്റർ റിലേറ്റഡ് ആണ്. അങ്ങനെ ഒരു സംഭവം മാത്രമല്ല. പക്ഷേ ഇത് ബേസിക്കലി നമ്മൾ ചെയ്യേണ്ടത് പല്ലിൻ്റെ സറൗണ്ടിങ് സ്ട്രക്ചേഴ്സിനെ നോക്കണം. നമ്മൾ മനസ്സിലാക്കി പ്ലാക്ക് എന്ന് പറയുന്നത് വളരെ കുഴപ്പക്കാരനായ സംഭവമാണ്. ഇത് ഉണ്ടാവാതെ നോക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. എങ്ങനെയാ ഇത് ഉണ്ടാവാതെ നോക്കുന്നത്? വീട്ടിൽ ഇപ്പം നമുക്ക് പ്രൊഫഷണലായിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഡെന്റൽ ഹോസ്പിറ്റൽസ് ഉണ്ട്, ക്ലീനിങ് ഉണ്ട്. അതിൻ്റെ ക്ലീനിങ്ങിൽ പല മെത്തേഡ്സ് ഉണ്ട്. നമുക്ക് അൾട്രാസോണിക് ഉണ്ട്, അത് ഒരു വേറെ വിഭാഗം.
ഞാൻ ബേസിക്കലി ഞാൻ കണ്ടേക്കുന്നത് പലർക്കും കറക്റ്റായിട്ട് ബ്രഷിങ് മെത്തേഡ് അറിയില്ല. കറക്റ്റായിട്ട് അറിയില്ല എങ്ങനെ ചെയ്യണം, ഏത് ബ്രഷ് ഉപയോഗിക്കണം. ഇപ്പോൾ ചിലവർക്കും ഒരു വിചാരമുണ്ട്, നല്ല ഹാർഡ് ബ്രഷ് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് പല്ല് ക്ലീൻ ആവുള്ളൂ. പക്ഷെ ആക്ച്വലി സോഫ്റ്റ് ബ്രഷാണ് ഏറ്റവും ബെസ്റ്റ്. സോഫ്റ്റ് ബ്രഷ് ആകുമ്പോൾ ഇതാണ് പല്ലിൻ്റെ ബ്രിസിൽസ് ആണത്. ഇത് നോർമലി ഒരു 2 to 4 ടഫ്സ് ഉണ്ടാവും, ഒരു 3 to 4 റോസ് ഉണ്ടാവും, ഒരു ഇതിൽ 80 to 86 ബ്രിസിൽസ് ഉണ്ടാവും. ഇത് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഉപയോഗിക്കുന്നത് റൗണ്ട് എൻഡ് ബ്രിസിൽസ് ആണ്. റൗണ്ട് എൻഡ് ബ്രിസിൽസ് ആണ്, ഷാർപ്പ് വേണ്ട. ഷാർപ്പ് ആകുമ്പോൾ നമുക്ക് ട്രോമ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇപ്പം കുറച്ചും കൂടി ലേറ്റസ്റ്റ് സംഭവമുണ്ട്. നമുക്ക് ബേസിക്കലി ഒരു 3 to 4 months ആണ് നമ്മൾ ഈ ബ്രഷ് സാധാരണ ഉപയോഗിക്കുക. ഇതിന് മുമ്പിൽ ഇത് ഈ ഫ്ലെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് ഈ ബ്രിസിൽസ് ഫ്രൈ ആവാം. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ കൂടുതൽ പ്രഷർ ഉപയോഗിക്കണമെന്നാണ്. ഇത് തന്നെ ഒരു 6 മാസമായിട്ട് ഒരു പ്രോബ്ലം ഇല്ലെങ്കിലും അതിൻ്റെ അർത്ഥം തീരെ മൈൽഡാണെന്നുള്ളതാണ്. അപ്പോൾ ഇപ്പം ഈ കളർ സെൻസിറ്റീവ് ഈ ഇത് വരുന്നുണ്ട്. അതൊക്കെ ലേറ്റസ്റ്റ് ഇതാണ്. നോർമലി ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുമ്പോൾ ഹാൻഡിലുണ്ട്, ഒരു ഷാങ്ക് ഉണ്ട്, പിന്നെ ഹെഡ് ഉണ്ട്. ഇതിലാണ് ഈ ടഫ്സും ബ്രിസിൽസും വരണത്. 80 to 86 ബ്രിസിൽസ് ഒരു ടഫിലുണ്ടാവും. ഏറ്റവും ബെസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കുറച്ച് റൗണ്ടഡ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതല്ലാണ്ട് പിന്നെ നമുക്ക് ഇതുകൊണ്ട് മാത്രം നമ്മുടെ ഈ പല്ലിൻ്റെ ഇടയിലുള്ള ഭാഗങ്ങളില്ലേ, ഈ മുമ്പിലത്തെയും അടിയിലത്തെയും ഭാഗമല്ല, ഈ പല്ലിൻ്റെ ഇടയിലുള്ള ഭാഗമല്ല, അതിൽ നമുക്ക് എത്ര ഉപയോഗിച്ചാലും ഈ ബ്രഷ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ആ ഒരു അനാറ്റമി, അതിൻ്റെ ഒരു the way the shape of the particular two teeth അതുള്ളതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ നമുക്ക് ഇൻഡെന്റൽ എയ്ഡ്സ് ഉപയോഗിക്കേണ്ടി വരും. അത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഫ്ലോസ് നമുക്ക് വാക്സ്ഡ് ഉണ്ട്, അൺവാക്സ്ഡ് ഉണ്ട്, തിന്നുണ്ട്. അതും നമ്മൾ ഈ പല്ലിൻ്റെ എങ്ങനത്തെ ടൈപ്പാണ് ഇൻ്റർപ്രോക്സിമൽ ഏരിയ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുക. അതിന് ആ പ്രിസ്ക്രിപ്ഷന് ചിലപ്പോൾ നമ്മളൊരു ഡോക്ടറിൻ്റെ ആവശ്യം വരും. ഡോക്ടർ ഉണ്ടെങ്കിൽ അപ്പോൾ അദ്ദേഹത്തിന് അറിയാം ഇപ്പോൾ തിൻ വേണോ, അതെയോ ഇൻ്റർപ്രോക്സിമൽ ബ്രഷ് വേണോ, അത് കറക്റ്റായിട്ട് ആ എംബ്രേഷൻ ഫോം അനുസരിച്ച്. അപ്പോൾ അതിനൊരു ഡെന്റിസ്റ്റ് അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ നല്ലതായിരിക്കും.